ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ മ്യൂസിക് റിലേറ്റഡ് വീഡിയോസ് എല്ലാം ചെയ്യുന്നവർക്ക് വളരെ സന്തോഷം തരുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവരുന്നത്. AI ജനറേറ്റഡ് മ്യൂസിക് എല്ലാം യൂട്യൂബിൽ യൂസ് ചെയ്ത് ക്രിയേറ്റേഴ്സിന് കണ്ടന്റ് എല്ലാം മോണിറ്റൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവരുന്നത്. യൂട്യൂബ് പ്ലാറ്റ്ഫോം കൂടുതൽ നന്നാക്കുക, അതുപോലെ വ്യൂവേഴ്സിനായാലും ക്രിയേറ്റേഴ്സിനായാലും യൂട്യൂബിൽ നിന്നും പരമാവധി പ്രയോജനമെല്ലാം ലഭിക്കുക എന്നതാണ് യൂട്യൂബ് ലക്ഷ്യമിടുന്നത്. AI ടെക്നോളജി എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് എന്നെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം. AI യൂസ് ചെയ്ത് മ്യൂസിക്, ഇമേജസ്, അതുപോലെ വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാം. എന്നാൽ ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്തിരുന്ന ഇമേജസ്, വീഡിയോസ്, ഓഡിയോ ഇതൊന്നും തന്നെ യൂട്യൂബിൽ നേരത്തെ മോണിറ്റൈസ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നീൽ മോഹൻ സാർ ഒരു പുതിയ അനൗൺസ്മെന്റ് നടത്തിയിരുന്നു. അതായത് ഇപ്പോൾ AI ജനറേറ്റ് ചെയ്ത മ്യൂസിക്, സൗണ്ട് എഫക്റ്റ്, അതുപോലെ റിംഗ് ടോൺ എല്ലാം നമ്മുടെ ചാനലിൽ യൂസ് ചെയ്യാമെന്നും ഇത് ഉപയോഗിച്ച് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാമെന്നുമാണ് പുതിയ അപ്ഡേറ്റ്. ഈ ഒരു അപ്ഡേറ്റ് തീർച്ചയായും മ്യൂസിക് റിലേറ്റഡ് വീഡിയോസ് എല്ലാം ചെയ്യുന്ന ഒരുപാട് ചാനലുകൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഇനി അടുത്തതായി യൂട്യൂബിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്തെന്ന് നമുക്ക് നോക്കാം. അടുത്തതായി യൂട്യൂബിൽ വരുന്നത് നമ്മുടെ കോപ്പിറൈറ്റ് ഇഷ്യൂസിനെ കുറിച്ചെല്ലാമുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആണ്. യൂട്യൂബിലെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് എല്ലാം ഇനി അഡ്വാൻസ്ഡ് AI ടൂൾസ് എല്ലാം യൂസ് ചെയ്തായിരിക്കും മാനേജ് ചെയ്യുക. AI ജനറേറ്റഡ് കോപ്പിറൈറ്റ് സിസ്റ്റം എല്ലാമാണ് യൂട്യൂബ് കൊണ്ടുവരുന്നത്. നേരത്തെ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് എല്ലാം വരുന്നതിന് അല്ലെങ്കിൽ ഇത് മാച്ച് ചെയ്യുന്നതിന് ഒരുപാട് സമയമെല്ലാം എടുത്തിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ഈ അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ ഇത് അത്ര സമയമൊന്നും എടുക്കില്ല. ഇനി 2 സ്റ്റെപ്പായാണ് യൂട്യൂബ് കോപ്പിറൈറ്റ് ഇഷ്യൂസ് എല്ലാം ഹാൻഡിൽ ചെയ്യുക. ആദ്യത്തേത് AI ജനറേറ്റഡ് സിസ്റ്റം ആയിരിക്കും. അതായത് AI ജനറേറ്റഡ് സിസ്റ്റം നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കണ്ടന്റ്, അതായത് നമ്മുടെ വീഡിയോ, ഓഡിയോ, അതുപോലെ നമ്മുടെ ഇമേജസ്, ഇതിൽ എന്തെങ്കിലും കോപ്പിറൈറ്റ് ക്ലെയിം എല്ലാം ഉണ്ടോ ഇല്ലയോ എന്നെല്ലാം വിലയിരുത്തും. എന്നാൽ ഇത്തരത്തിൽ ഡിറ്റക്ട് ചെയ്യുന്ന കോപ്പിറൈറ്റ് ക്ലെയിമിലും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് എപ്പോഴും ഇത് കറക്റ്റായി തന്നെ വരണമെന്നില്ല. കാരണം ഇത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആയതിനാൽ തന്നെ തെറ്റെല്ലാം സംഭവിച്ചു എന്ന് വരാം. അതിനാൽ തന്നെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ക്ലെയിം എല്ലാം വന്ന് ഇത് ഇൻകറക്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മാനുവലായി അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന അപ്പീൽ ഇത് യൂട്യൂബിന്റെ സ്റ്റാഫ് ചെക്ക് ചെയ്യുകയും അതിനുശേഷം ഒരു ഫൈനൽ സൊല്യൂഷൻ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ 2 സ്റ്റെപ്പായാണ് ഇനി കോപ്പിറൈറ്റ് ഇഷ്യൂസ് എല്ലാം കാണാൻ സാധിക്കുക. അടുത്ത ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് AI ജനറേറ്റഡ് ആയ ഇമേജസ് ആയാലും വീഡിയോ ആയാലും ഓഡിയോ ആയാലും ഇതെല്ലാം തന്നെ യൂട്യൂബിൽ മോണിറ്റൈസ് ചെയ്യണമെന്നാണ് ഒരു ബഞ്ച് ആഗ്രഹിക്കുന്നത്. അതായത് യൂട്യൂബിലെ കുറെ പേർ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിൽ ഇതെല്ലാം മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കണം എന്ന് തന്നെയാണ്. കാരണം ഇതെല്ലാം ഹാർഡ് വർക്കിലൂടെ മനുഷ്യനിർമ്മിതമായ കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് ഒരു പക്ഷം അവകാശപ്പെടുന്നത്. എന്നാൽ കുറെ പേർ ഇതിനെ എതിർക്കുന്നുമുണ്ട്. അതായത് AI ജനറേറ്റഡ് കണ്ടന്റ്സ് ഇത് യൂട്യൂബിൽ മോണിറ്റൈസ് ചെയ്യാൻ പാടില്ല എന്ന് അവകാശം ഉയർത്തുന്ന കുറെ പേരുണ്ട്. അതിനാൽ തന്നെ ഇതിനെ സംബന്ധിച്ച കേസ് ഇപ്പോൾ US കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ ഫൈനൽ റിസൾട്ട് വരിക എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്